ഓരോ വ്യക്തിയുടെ ജീവിതത്തിലും കൃത്യമായി സ്വാധീനം ചെലുത്തുകയും മുന്നോട്ടുള്ള യാത്രയ്ക്ക് പ്രചോദനമായി തീരുകയും ചെയ്യുന്ന ഏതെങ്കിലും ഒരാളുണ്ടാവും. എന്താണ് ആലോചിച്ചുകൊണ്ടിരിക്കണേ? അത് നമ്മുടെ കഥ പറയുമ്പോൾ എന്ന സിനിമയിലെ ശ്രീനിവാസിന്റെ രംഗത്തെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടെങ്കിൽ വ്യത്യസ്തനാമൊരു അശോകരാജ്, ഈ അശോകരാജിനെ പോലെയുള്ള ഒരു സുഹൃത്ത് എനിക്കുണ്ടായിരുന്നു. കുട്ടിക്കാലം ഞങ്ങള് കളിച്ചും ചിരിച്ചും വളർന്നവരാണ്. അദ്ദേഹത്തിന്റെ പേര് രവി എന്നാണ്. അപ്പൊ അദ്ദേഹത്തെ കാണാനും സംസാരിക്കാൻ എനിക്ക് വളരെ ആഗ്രഹം ഉണ്ടായിരുന്നു. ഈ കഥ പറയുമ്പോൾ എന്ന സിനിമയിലെ ബാറും ബാലനെ പോലെ ഒരു അപകർഷത ബോധം എന്നിലും, അതുകൊണ്ട് എന്നെ കാണാൻ പോയില്ല. പക്ഷെ ഈ അപകർഷതാബോധം എന്നിൽ പോയത് ശ്രീനിയുടെ കഥ പറയുമ്പോൾ എന്ന സിനിമ കണ്ടതിന് ശേഷം തന്നെയാണ്. അപ്പൊ എനിക്ക് രവിയെ കാണാൻ വളരെ ആഗ്രഹം തോന്നി. ഞാൻ അദ്ദേഹത്തെ കാണാൻ വേണ്ടി അദ്ദേഹം നാട്ടിലേക്ക് യാത്ര ചെയ്യും. പെട്ടെന്ന് അവര് വാർത്ത അറിയാൻ സാധിച്ചു, അദ്ദേഹം ഏതൊരു അപകടത്തിൽപ്പെട്ടു, മരിച്ചിട്ടുണ്ട്. ഇതെനിക്ക് വല്ലാത്ത ദുഃഖമുണ്ടായി. ഞാൻ വളരെ വിഷമത്തോടെ യാത്ര ചെയ്തു. അദ്ദേഹത്തിന്റെ നാട്ടിൽ ചെന്നു. അദ്ദേഹത്തെ ഞാൻ ഒത്തിരി കാലം കൊണ്ട് കാണാനും സംസാരിക്കാനും കൊതിച്ച എന്റെ പ്രിയപ്പെട്ട സുഹൃത്തിനെ അതിന്റെ കണ്ണുകളെ പോലും വിശ്വസിക്കാൻ പറ്റാത്ത തരത്തിൽ ചലനമറ്റ ശരീരം കണ്ട് എനിക്ക് തൃപ്തി അടയേണ്ടി വന്നു. ഞാൻ വളരെയധികം വേദനിച്ച് അവിടെ കേട്ടു വന്നു. അവിടെ ചെന്നപ്പോൾ മറ്റൊരു വാർത്ത എനിക്കറിയാതെ, എന്നെ കുറിച്ച് അദ്ദേഹത്തിന്റെ ഭാര്യയോടും മക്കളോടും ജീവിച്ചിരുന്നപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറയാറുണ്ടായി. ഇത് കേട്ടപ്പോൾ സത്യത്തിൽ എന്റെ നെഞ്ച് തകർന്നു, എന്റെ പരിസരം പോലും നഷ്ടപ്പെട്ടു. ഞാൻ ആലോചിക്കുന്നത്, അദ്ദേഹത്തിന്റെ കഥാപാത്രം എന്റെ ജീവിതത്തിൽ എത്രമാത്രം സ്വാധീനിച്ചിട്ടുണ്ട്. അതേപോലെ എത്രയോ പാവപ്പെട്ടവരുടെ മനസ്സിൽ അദ്ദേഹത്തിന്റെ കല സ്വാധീനിച്ചിട്ടുണ്ടാവും.